പണം അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന ഭാഗമാണ് അല്ലേ? നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ, തിരഞ്ഞെടുക്കുന്ന വഴികളിൽ, പിന്തുടരുന്ന സ്വപ്നങ്ങളിൽ പോലും പണത്തിന് വലിയ സ്വാധീനമുണ്ട്. പണത്തിനെ ശരിയായി കൈകാര്യം ചെയ്യാൻ, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പോലുള്ള കോഴ്സസും അവൈലബിൾ ആണ്. പക്ഷേ ഈ പാഠപുസ്തകങ്ങളിലെല്ലാം പണത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ ലെസൺസ് ആണ് തരുന്നത്. എന്നാൽ മോർഗൻ ഹൗസൽ അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ദ സൈക്കോളജി ഓഫ് മണി എന്നതിൽ പറയുന്നത്, ഒരു മനുഷ്യൻ സമ്പന്നനാവുന്നതും ആവാതിരിക്കുന്നതും അയാളുടെ സമ്പത്തിനോടുള്ള മനോഭാവവും പെരുമാറ്റവും എങ്ങനെയാണ് അതിനെ ആശ്രയിച്ചിരിക്കുമെന്നാണ്. ഇന്ന് ദ സൈക്കോളജി ഓഫ് മണി അഥവാ പണത്തിൻ്റെ മനഃശാസ്ത്രം എന്ന പുസ്തകത്തിലൂടെ ഇതിൻ്റെ എഴുത്തുകാരനായ മോർഗൻ ഹൗസൽ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ലെസൺ 1, ബിഹേവിയർ മാറ്റേഴ്സ് മോർ ദാൻ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ, പണം സമ്പാദിക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിശക്തിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് പണത്തിനോടുള്ള ശരിയായ മനോഭാവവും സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിനോടുള്ള ശരിയായ പെരുമാറ്റവുമാണ്. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ സാധാരണ പറയണ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്സൊക്കെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഈ ഫൈനാൻഷ്യൽ മാനേജേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വാട്ട് യു നോ ബട്ട് ഹൗ യു ബിഹേവ് ഡ്യൂറിങ് വോളറ്റിലിറ്റി ദാറ്റ് മേക്സ് യു മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ട്രേഡിങ്ങിനെ പറ്റിയിട്ടോ സ്റ്റോക്സിനെ പറ്റിയിട്ടോ എത്ര അറിയാം എന്നതിനെക്കാട്ടിലും നമ്മൾ ഒരു വോളറ്റൈൽ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ സ്റ്റോക്സ് ഡൗൺ ആയിരിക്കുന്ന, ഷെയർസ് ഡൗൺ ആയിരിക്കുന്ന സമയത്തോ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിംഗ് സിറ്റുവേഷനിലോ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണു, ആ സമയത്ത് നമ്മളെങ്ങനെ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കണു എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്ന് സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ മോർഗൻ ഹൗസലും പറയുന്നത്. നമ്മുടെ പെരുമാറ്റം, സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവവും നമ്മുടെ പെരുമാറ്റവുമാണ് നമ്മളെ സമ്പന്നനാക്കുന്നത്. നമ്മൾ എത്രമാത്രം ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നു, എങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറിയൊരു തുകയാണെങ്കിലും അതെങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സേവ് ചെയ്യണു, ഇതൊക്കെയാണ് നമ്മളെ ഇൻ ദ ലോങ് റൺ, ഫ്യൂച്ചറിൽ നമ്മളെ സമ്പന്നനാക്കുന്നത്. ഇതോടൊപ്പം അദ്ദേഹം ചില എക്സാമ്പിൾസും തരുന്നുണ്ട്. റൊണാൾഡ് റീഡ് എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ഒന്നും ആയിരുന്നില്ല, ഒരു സാധാരണ ജോലിക്കാരനായിരുന്നു. എന്നിട്ടും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അയാൾ ഒരു മില്യണയറായി മാറി. അത് എങ്ങനെയാണ് അയാൾക്ക് സാധിച്ചത്? അയാളുടെ പണത്തിനോടുള്ള മനോഭാവവും പെരുമാറ്റവുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അയാൾ സേവ് ചെയ്യുമായിരുന്നു. കുറച്ച് പൈസ അയാൾക്ക് കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിലും അത് റെഗുലറായിട്ട് അയാൾ സേവിങ്സിന് വേണ്ടിയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും മാറ്റിവെക്കുമായിരുന്നു. ലെസൺ 2, സേവിങ് ഗിവ്സ് യു ഫ്രീഡം നോട്ട് ജസ്റ്റ് സെക്യൂരിറ്റി. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പൈസ കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ഒരു മാധ്യമം മാത്രമല്ല, ഇത് സേവിങ് എന്ന ആ ഒരു സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ തരാൻ പോകുന്നത് ഫൈനാൻഷ്യൽ ഫ്രീഡമാണ്. ലെസൺ 3, കോമ്പൗണ്ടിങ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഫോഴ്സ് ഇൻ ഫൈനാൻസ്. ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അല്ലേ? കോമ്പൗണ്ടിങ്ങിൻ്റെ പവറിനെ കുറിച്ച്. കോമ്പൗണ്ടിങ് ഈസ് ദ 8th വണ്ടർ ഓഫ് ദ വേൾഡ് എന്നും പറയാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെ നേരത്തെ സമ്പാദിക്കാൻ തുടങ്ങുക, അത് ഒരുപാട് നാൾ നമ്മൾ അങ്ങനെ തന്നെ കുറച്ച് പൈസ നീക്കി വെച്ചുകൊണ്ടേയിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പണം വളരെയധികം പെരുകുന്നത്, വളരെയധികമായിട്ട് വളരുന്നത് നമുക്ക് കാണാൻ കിട്ടും. ദാറ്റ് ഈസ് ത്രൂ കോമ്പൗണ്ടിങ്. മോർഗൻ ഹൗസൽ പറയുന്നത്, വാറൻ ബഫറ്റ് 99% ഓഫ് ഹിസ് വെൽത്ത് ഹി മെയ്ഡ് ആഫ്റ്റർ ദ ഏജ് 50 എന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാറൻ ബഫറ്റ് 50-ന് ശേഷം, അദ്ദേഹത്തിന് 50 വയസ്സായതിനു ശേഷമാണ് ഇന്ന് അദ്ദേഹത്തിനുള്ള സമ്പാദ്യത്തിൻ്റെ 99% ഉണ്ടാക്കിയത്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം വാറൻ ബഫറ്റ് വളരെ ചെറുപ്രായത്തിൽ സമ്പാദിക്കാൻ തുടങ്ങി. അത്രയും വർഷക്കാലത്തോളം ആ പൈസ സമ്പാദ്യത്തിൽ ഇരുന്നത് കൊണ്ടാണ്, കോമ്പൗണ്ടിങ് എന്ന പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ 99% ഉണ്ടാക്കിയത് എന്നാണ് മോർഗൻ ഹൗസൽ പറയുന്നത്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് നമുക്ക്. ലെസൺ 4, വെൽത്ത് ഈസ് വാട്ട് യു ഡോണ്ട് സീ.
നമ്മുടെ ഇടയിലും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? മറ്റുള്ളവരുടെ കയ്യിലുള്ള ലക്ഷറി കാറ്, വലിയ വലിയ ബംഗ്ലോ സൈസ്ഡ് വീടുകൾ, പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കാറുണ്ടല്ലേ, ഓ ഇയാൾ എത്ര സമ്പന്നനാണ്, ഇയാളുടെ എത്ര പൈസ ഉണ്ടല്ലേ എന്ന്. പക്ഷേ മോർഗൻ ഹൗസൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സമ്പത്ത് എന്നത് നിങ്ങൾ കാണുന്നതല്ല സമ്പത്ത്. ആ ആളുടെ കയ്യിൽ എത്ര സേവിങ് ഉണ്ട്, അയാൾ എത്രമാത്രം പൈസ സമ്പാദിച്ചിട്ടുണ്ട്, അയാൾക്ക് എത്ര ഫൈനാൻഷ്യൽ ഫ്രീഡം അയാളുടെ ജീവിതത്തിലുണ്ട്, ഇതാണ്, കാണാത്ത പണമാണ് ശരിയായ സമ്പത്ത് എന്നാണ് മോർഗൻ ഹൗസൽ പറയുന്നത്. ഒരു കാര്യം കൂടിയും മോർഗൻ ഹൗസൽ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്പെൻഡിങ് മണി ടു ഷോ പീപ്പിൾ ഹൗ റിച്ച് യു ആർ ഈസ് ദ ഫാസ്റ്റസ്റ്റ് വേ ടു ഹാവ് ലെസ് മണി എന്ന് പറഞ്ഞാൽ, ഞാൻ എത്ര പണക്കാരനാണ് എന്ന് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നതാണ് നമ്മുടെ കയ്യിലുള്ള പണത്തിനെ നഷ്ടപ്പെടുത്താനുള്ള ഏറ്റവും വേഗത്തിലുള്ള മാർഗം. എന്ന് പറഞ്ഞാൽ ഷോ ഓഫ് കുറവ് ചെയ്യുക, പണം നമ്മൾ സമ്പാദിച്ച് സൂക്ഷിച്ച് എടുത്തു വയ്ക്കുക, നാളേക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചെടുത്തു വയ്ക്കുക. അതിൻ്റെ അർത്ഥം ഇന്ന് നമ്മൾ ഒന്നുമില്ലാത്ത പോലെ ജീവിക്കണമെന്നല്ല, ആവശ്യത്തിന് നമ്മൾ പണം ചെലവാക്കണം. പണം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് നമ്മൾ സമ്പാദിക്കുന്ന പണം. പക്ഷേ അതിൽ നിന്ന് ഒരു ഭാഗം സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മൾ എപ്പോഴും കരുതൽ നമുക്ക് ഉണ്ടാവണം. ലെസൺ 5, ഗെറ്റിംഗ് വെൽത്തി വേഴ്സസ് സ്റ്റേയിങ് വെൽത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാണ്, മോർഗൻ ഹൗസൽ പറയാണ്, ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് റിച്ച് ബട്ട് ക്യാൻ യു സ്റ്റേ റിച്ച് ചോദിക്കുകയാണ്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പണക്കാരനാവാൻ ഒരു പക്ഷേ ഈസി ആയി, നമുക്ക് പല വഴികളിലൂടെ കൂടിയും നമുക്ക് പണക്കാരനാകാം. പക്ഷേ പണക്കാരനായി നമ്മൾ ജീവിച്ച് മരിക്കുക എന്ന് പറയണത് ഈസിയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു ലോട്ടറി അടിച്ചു എന്ന് ഇരിക്കട്ടെ ഒരാൾക്ക്. നമ്മൾ പലരെക്കുറിച്ചും കേട്ടിട്ടുണ്ട് അല്ലേ, ലോട്ടറി അടിച്ചു, ഒരുപാട് കോടികളോ അല്ലെങ്കിൽ ലക്ഷങ്ങളോ അവർക്ക് കിട്ടിയെന്ന്, അതിന് ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയുന്നില്ല. ചിലരെയെങ്കിലും കുറിച്ച് കേട്ടിട്ടുണ്ട് ആ പൈസയെല്ലാം പിന്നീട് നഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പൈസ നിലനിർത്തുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പൈസ സമ്പാദിക്കുക എന്നത് എത്രയാണോ ഇമ്പോർട്ടൻ്റ് അത്ര തന്നെ പ്രധാനമാണ് പൈസ, നമ്മുടെ കയ്യിൽ വന്ന പൈസേനെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത്. അതിനാണ് മോർഗൻ ഹൗസൽ വീണ്ടും വീണ്ടും പറയുന്നത്, നമ്മുടെ മനോഭാവവും സമ്പത്തിനോടുള്ള നമ്മുടെ പെരുമാറ്റവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നത് അദ്ദേഹം അതുകൊണ്ടാണ് പറയുന്നത്. അത് തന്നെയാണ് ഈ ബുക്കിൻ്റെ മെയിനായിട്ടുള്ള ഒരു ലെസനും, ദ സൈക്കോളജി ഓഫ് മണി എന്ന് അദ്ദേഹം പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പൈസ നിലനിർത്തുകയും വേണം. അതിന് നമുക്ക് വേണ്ടത് പേഷ്യൻസ്, ശാന്തത, സമ്പത്തിനോടുള്ള നമ്മുടെ ഒരു പോസിറ്റീവ് മനോഭാവം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വാറൻ ബഫറ്റിനെ പോലെയുള്ളവരുടെയും അല്ലെങ്കിൽ റൊണാൾഡ് റീഡിനെ പോലെയുള്ളവരുടെയൊക്കെ എക്സാമ്പിൾ പറയുന്നത്. ഇവരൊന്നും ഒരുപാട് പൈസ പെട്ടെന്ന് ഉണ്ടാക്കിയ ആൾക്കാരല്ല, വർഷങ്ങളോളം സമ്പാദ്യം നീക്കി വെച്ച് പൈസ ഉണ്ടാക്കിയ മനുഷ്യന്മാരാണ്. അതുപോലെ തന്നെ നമുക്കും പറ്റും. അത്രയൊന്നും ഇല്ലെങ്കിലും ഏകദേശം നമുക്ക് നമ്മുടെ ജീവിതം ഒരുവിധം നന്നായി ജീവിച്ചു കൊണ്ടുപോകാനുള്ളത് നമ്മൾ പണിയെടുക്കുന്ന കാലത്ത് ഒരു നീക്കിവെപ്പ് ഉണ്ടാക്കി വെച്ചാൽ, നമ്മുടെ മനോഭാവം, പൈസയോടുള്ള മനോഭാവം ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നമുക്ക് കുറച്ചെങ്കിലും പൈസ നമുക്ക് സമ്പാദിക്കാൻ പറ്റും എന്നാണ് മോർഗൻ ഹൗസൽ ഈ ബുക്കിലൂടെ പറയുന്നത്. ലെസൺ 6, ഇനഫ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ വേർഡ് ഇൻ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ജ്ഞാനപ്പാനയിലൊരു ഇതുണ്ട്, പറഞ്ഞിട്ടുണ്ട്, 10 കിട്ടിയാൽ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണം, 1000 ആയാലോ അത് 10,000-ഉം ലക്ഷവും കോടിയും എല്ലാം വേണം. എവിടെയാണ് നമുക്കിത് മതിയാവുന്നത്? അതാണ്, അവിടെ നമുക്കൊരു വര വരയ്ക്കണം എന്നാണ് മോർഗൻ ഹൗസൽ പറയുന്നത്. ഇനഫ് എന്ന് പറയുന്ന അവിടെ എത്ര കിട്ടിയാലാണ് നമുക്ക് സന്തോഷമാവുക, എത്ര കിട്ടിയാലാണ് നമുക്ക് കണ്ടെയ്ൻമെൻറ്റ് ഉണ്ടാവുക, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, അവിടെ നമ്മൾ ഒരു വര വരച്ചിരിക്കണം. അവിടെ ഒരു ബാലൻസ് വേണം, ജീവിതവും പണവും തമ്മിലൊരു ബാലൻസ് വേണം. നമ്മൾ അംബീഷ്യസ് ആണ്, നമുക്ക് ഇത് വേണം, ഒരു 1 BHK കിട്ടിയാൽ അത് 2 BHK വേണം, 3 BHK വേണം, ഒരു ബംഗ്ലാവ് വേണം, ഒരു മാരുതി സുസുക്കി മേടിച്ച് കഴിഞ്ഞാൽ അതിനപ്പുറം നമുക്ക് കൂടി BMW വേണം, വോൾവോ വേണം, എല്ലാം വേണം. പക്ഷേ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അപ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ, ഫൈനാൻസിൻ്റെ കാര്യത്തിൽ ഇനഫ്, എനിക്ക് ഇതാണ്, ഇത്ര മതി, ഇതുകൊണ്ട് ഞാൻ സന്തോഷമായി സമാധാനമായി ജീവിതം ജീവിക്കും എന്ന് ഒരു വരയും കൂടി നമ്മൾ വരയ്ക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ ജീവിതം വെറും ഒരു കണക്ക് പുസ്തകമായിട്ട് മാറും. അത് പിന്നെ ജീവിതം ആസ്വദിക്കാനോ അത് സാറ്റിസ്ഫാക്ഷനോട് കൂടി ജീവിക്കാനോ നമുക്ക് സാധിക്കില്ല എന്നുകൂടി മോർഗൻ ഹൗസൽ ഈ ബുക്കിൽ പറഞ്ഞു വെക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ ഉൾക്കൊണ്ട പാഠങ്ങൾ. ഈ പാഠങ്ങൾ നിങ്ങൾക്കും ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ബുക്ക് വായിക്കാനുള്ള ഒരു പ്രചോദനമാവട്ടെ. ബുക്ക് വായിച്ചാൽ ഇനിയും ഇത് കുറച്ച് പാഠങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ പൈസയെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ മനോഭാവമേ മാറ്റുന്ന ഒരു ബുക്കാണ് ഇത്. ഇത് വെറും ഒരു കണക്ക് പുസ്തകമല്ല, പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു കണക്ക് പുസ്തകമല്ല. ഞാൻ പറഞ്ഞില്ലേ അവസാനം പറഞ്ഞ ആ ലെസണിൽ അത് സ്പിരിച്വാലിറ്റി കൂടിയാണ്. നമുക്ക് എവിടെയാണ് ഒരു വര വരയ്ക്കേണ്ടത്, നമ്മുടെ ഇനഫ് എന്ന് എവിടെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് നമുക്ക് പൈസയോട് നമ്മൾ ഉള്ള മനോഭാവം മാറ്റേണ്ടത്, നമ്മൾ ക്ഷമയോടെ സേവിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിൻ്റെ മനഃശാസ്ത്രം, മനോഭാവം എല്ലാം ഈ ബുക്കിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ബുക്കിന് മറ്റു ഫൈനാൻഷ്യൽ ബുക്സിനെക്കാട്ടിലും വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് ബുക്ക് വാങ്ങുക, വായിക്കുക. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരെ, until we see next time, happy living guys.